കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ പരിചയപ്പെട്ടു. ഇപ്പൊ അയാളെ മറക്കാൻ പറ്റുന്നില്ല, ഭർത്താവുമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനോട് ശാരീരിക ബന്ധം പോലും പുലർത്താൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. അയാളെ എനിക്ക് മറക്കാൻ എന്താ ചെയ്യുക? ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് സമീപിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുണ്ടാകും. അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾക്ക് ഇവർ ഇതുപോലെ ഹായ് കോയ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതിൽ കൊത്താതെ പോയ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അവരിൽ കൊത്തി. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവരിതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങളോട് പെരുമാറി തുടങ്ങും. നിങ്ങൾ ആ വലയിൽ വീഴും. അവസാനം അത് ശാരീരിക ബന്ധത്തിലേക്ക് എത്തിപ്പെടും. അവർ പൊടിയും തട്ടിപ്പോകും. നിങ്ങളാകെ ഡിപ്രഷനിലേക്ക് വീണു പോകും. നിങ്ങളുടെ കുടുംബം നശിക്കാൻ അത് കാരണമാകും. സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. മനസ്സിലാക്കുക, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ, നന്നായിട്ട് പെരുമാറുന്നില്ലെങ്കിൽ അതിന്റെ തക്കതായ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുക, കണ്ടെത്തുക. എല്ലാം അറിയാവുന്ന ഭർത്താവിന്റെ കാരണം കണ്ടെത്താതെ നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത ഇൻസ്റ്റയിലുള്ള ഒരാളെ പരിചയപ്പെടുകയും അയാളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കുറ്റമല്ല. അവരിതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഈ ചൂണ്ട എറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ചൂണ്ടയിൽ കൊത്തിയത് മാത്രമാണ് പ്രശ്നം. എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ പരിക്ക് പറ്റാറുള്ളത് എന്ന് മനസ്സിലാക്കുക.